150 ബോച്ച് വേണം ഒരു ദിവസം. ഹലോ ഗൈസ്, ഇതില്ലേ നമ്മൾ ചേറ്റുതോട് നമ്മുടെ മയിലാടി ഭാഗത്തെ ഇഷ്ടം പോലെ റംബൂട്ടാൻ കൃഷിയുണ്ട്. നമ്മളിവിടുന്ന് പിണ്ണാക്കനാട് നിന്ന് പാറത്തോടിന് പോകുന്ന വഴിക്കാണ്. അപ്പം ആ വഴി പാറത്തോട് ഷോർട്ട് കട്ടാണ്. നമ്മളിപ്പോൾ ഹൈ റേഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ഷോർട്ട് കട്ട് വഴിയാണ്. അവിടെ ആ സൈഡ് വശത്ത് മുഴുവൻ റംബൂട്ടാൻ്റെ കൃഷിയാണ്. ഇതുപോലെ ഇങ്ങനെ വലയിട്ട് മൂടി ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ, നമുക്കൊരു ഭംഗിയാണ്. കാണുമ്പോൾ നമുക്ക് പറിച്ച് തിന്നാൻ തോന്നും. പക്ഷേ അവർ പറിച്ച് തിന്നാൻ നമ്മളെ സമ്മതിക്കത്തില്ല. അവരിത് നന്നായിട്ട് ഇങ്ങനെ സംരക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് കയറിയാണ് ഒരു വീഡിയോ തന്നെ എടുക്കുന്നത്. അവരിതെല്ലാം വലയെല്ലാം കെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. സൈഡിൽ കൂടെയൊക്കെ ആയാലും എല്ലാം മതിലെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിരിക്കും. ആൾക്കാർക്കൊന്നും അകത്ത് കയറി, അല്ലെങ്കിൽ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ കാണുന്നവർ പറിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പം ഇത് വിദേശത്തേക്കൊക്കെ കയറി പോകുന്നതാണ്. എല്ലാം ഒന്നും നമ്മുടെ നാട്ടിൽ തന്നെ കച്ചവടമായി പോകത്തില്ല. അവർ ഈ റോഡ് സൈഡിൽ അതിനിടയിൽ കൂടെ കണ്ടോ തേനീച്ച വളർത്തലും ഉണ്ട് അവർക്ക്. അപ്പം ഇതിന് പൂവിടുന്ന ഈ റംബൂട്ടാൻ്റെ പൂവിടുന്ന സമയത്ത് ഇഷ്ടം പോലെ തേനീച്ചകളും തേനൊക്കെ കിട്ടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് ഇഷ്ടം പോലെ എല്ലാം. അത് ഭയങ്കര ഏക്കർ കണക്കിനുള്ള കൃഷിയാട്ടോ. ഞാനിതിൻ്റെ ഒരു ചെറിയ മൂലഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അതിനകത്ത് കയറി ഓരോ കാര്യമൊക്കെ പറയുന്നതാണേ. നമുക്കത് കേൾക്കാം. ഇത് കാണാനിങ്ങനെ നല്ല ഭംഗിയായിട്ടാണ്. ഇങ്ങനെ ഇതിനകത്തൂടെയൊക്കെ കയറി നടക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അധികം ഇങ്ങനെ കാണാനില്ല കേട്ടോ, മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ. പക്ഷെ പുറത്ത് വശത്തും നോക്കുമ്പോൾ ഈ ഉള്ളിലല്ല, ഇത് വെളിച്ചം അടിക്കുന്ന ഇങ്ങനെ പ്രകാശം അടിക്കുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും കായ ഉണ്ടാകുന്നത്. നമ്മളിങ്ങനെ തോട്ടത്തിനുള്ളിൽ കൂടെ കയറി നടക്കുമ്പോൾ നമുക്ക് അധികം അങ്ങനെ കായ ഉള്ളതായിട്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിറഞ്ഞ് പഴുത്ത് കിടക്കുവാണ്. നല്ല ഭംഗിയാണ്. ഇതിനകത്ത് ചെറിയ കുളമൊക്കെ ഞങ്ങൾ കണ്ടേ. കുളത്തിൻ്റെ ഭാഗത്തേക്ക് അതിൻ്റെ തൊട്ടടുത്തൂടെ തോടൊക്കെ ഒഴുകുന്നത്. അപ്പം ഇവർക്ക് ഇതിനധികം വെള്ളം കൃഷി ആവശ്യമുള്ള കൃഷിയൊന്നുമല്ല. പക്ഷെ തോടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതുപോലെ നന്നായിട്ട് കിടക്കുന്നത്. ഇതുണ്ട്, ഒരു കുളമുണ്ട്. ഇത് അത്യാവശ്യം വേനൽക്കാലത്തൊക്കെ വെള്ളം അടിക്കണമെങ്കിലൊക്കെ അടിക്കുന്നതായിരിക്കും. പക്ഷെ വലിയ കൃഷിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കൃഷിയായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും വളമൊക്കെ ഇടുന്നുണ്ടായിരിക്കും. ഇത് കറക്റ്റ് സമയത്ത് ബഡ് ചെയ്ത തൈകളായതുകൊണ്ട് ഇത് ഒടിച്ചു വിടുകയൊക്കെ ചെയ്യണം. നമ്മൾ ഈ കായ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ചേട്ടൻ പറഞ്ഞ് നമ്മൾ ഇത് പറിച്ച് കഴിയുമ്പോഴത്തേനും അവരിത് മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് വിടും. അപ്പോൾ അടുത്ത വർഷം അതുപോലെ തന്നെ കായ ഉണ്ടാകാൻ, നമ്മളിത് കട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും കായ്ക്കുകയില്ല. അപ്പം ഒരു ഹിന്ദിക്കാരി ചേച്ചി അതിനകത്ത് പറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഇങ്ങനെ അവർ തീരുന്നതനുസരിച്ച് അങ്ങോട്ട് പറിച്ചിരിക്കുക. ഇതുണ്ട്, ഇത് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.